മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ഹനിക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയതിനു ശേഷം കത്തോലിക്ക സഭയെ ഉന്നം വെച്ച് നീങ്ങുകയാണ് സംഘപരിവാർ. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ലേഖനം അതാണ് സൂചിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുടെ സ്വത്തിനെക്കുറിച്ച് അനവസരത്തിലുള്ള അനാവശ്യ പരാമർശം ചില ആപൽ സൂചനകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ ഓർഗനൈസർ വെബ്സൈറ്റിൽ നിന്ന് ആ ലേഖനം പിൻവലിച്ചുവെങ്കിലും അതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് RSSന്റെ യഥാർത്ഥ മനസ്സിലിരിപ്പാണ്. സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ അത്യന്തം തീവ്രമായ അപരമത വിരോധമാണ് ആ ലേഖനത്തിൽ കാണാൻ കഴിയുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഓരോന്നോരോന്നായി ലക്ഷ്യം വെച്ച് പടിപടിയായി തകർക്കാനുള്ള ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗമായി വേണം ഇതിനെ കാണാൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ സംയുക്തമായി നിന്ന് ഇതിനെ ചെറുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷങ്ങളോടുള്ള സംഘപരിവാറിന്റെ ഈ നിലപാടുകൾ ചർച്ചയാകുമ്പോഴാണ് എമ്പുരാനിലൂടെ സംഘപരിവാറിന്റെ ഉച്ചിയിൽ തന്നെ കിട്ടിയ അടിക്ക് പ്രതികാരവുമായി ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ റെയ്ഡും പൃഥ്വിരാജിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസും. കടുത്ത പ്രതികാരത്തോടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും തേടി ഇറങ്ങിയിരിക്കുകയാണോ സംഘപരിവാർ? അന്വേഷിക്കുകയാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിൽ. സംഘത്തിന്റെ ലക്ഷ്യം ഇനി സഭയോ?